പക്ഷേ ഈ ആവേശം കുറച്ചു നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചുള്ളൂ എന്താ പണി വരാത്തേന്ന്. അപ്പം തന്നെ പഞ്ചസാര പാത്രം എൻ്റെ കൈ തട്ടി താഴെയും വീണു. കാരമലൈസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കരിഞ്ഞും പോയി. പക്ഷെ ബാക്കിയുള്ളതൊക്കെ സെറ്റായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് ഒരു ബേക്കിംഗ് ട്രേയിൽ സ്പ്രെഡ് ചെയ്ത് മാറ്റി വെച്ചു. ആ ഒരു ടൈം കൊണ്ട് ബ്രെഡ് കട്ട് ചെയ്ത് അതിലേക്ക് പാല്, ഒരു മുട്ട, പിന്നെ വാനില എസൻസും കുറച്ച് പഞ്ചസാരയും നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തത്, എനിക്ക് അധികം മധുരം വേണ്ട. എന്നിട്ട് പിന്നെ നല്ലോണം അത് അരിച്ചെടുത്ത് നേരെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് 40 മിനിറ്റ് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വിസിലില്ലാണ്ട് ബേക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നേരെ അത് പുറത്തെടുത്തതിന് ശേഷം ഒരു ഫോർക്കൊക്കെ വെച്ച് കുത്തി നോക്കുന്നുണ്ട്. അത് ക്ലീൻ ആയിട്ടാണ് കിട്ടണമെങ്കിൽ അത് വെന്തു എന്നർത്ഥം. പിന്നെ ഒരു മണിക്കൂർ ഫ്രിഡ്ജിലും കൂടി വെച്ചതിന് ശേഷം എടുത്തിട്ട് അതിൻ്റെ അരികൊക്കെ നല്ലോണം കട്ട് ചെയ്തെടുത്തു. എന്നാലാണ് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിക്ക് വരുള്ളൂ. അങ്ങനെ ഞാൻ ഫ്ലിപ്പ് ചെയ്തപ്പോൾ നല്ല കറക്റ്റായിട്ട് വരെയും ചെയ്തു. എനിക്കാകെ പറ്റിപ്പോയത് ആ കാരമലൈസ് ചെയ്തപ്പോൾ പറ്റിയ പണിയാണ്. ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.